ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള മാലാഡുമാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസിനായി ബെൽ ഐക്കൺ പ്രസ് ചെയ്യാം. മാലാഡ് ഉണ്ടാക്കുന്നതിനായിട്ട് 1 കപ്പ് പൊരികടല, പൊട്ടുകടലയില്ലേ, അതാണ് എടുത്തിട്ടുള്ളത്. ഇത് വാങ്ങിച്ച അതേപടി എടുത്തിട്ടുണ്ട്. 1 കപ്പുണ്ട്. ഇത് ഞാൻ ഡ്രൈ റോസ്റ്റോ ചൂടാക്കിയിട്ടോ ഒന്നുമില്ല. ഇത് നേരെ തന്നെ ഒരു മിക്സിയിലോട്ട് ചേർക്കുകയാണ്. ഇത് ഇനി നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. മിക്സിയിൽ ഈർപ്പം ഇല്ലയെന്ന് നോക്കുക, ഇല്ലെങ്കിൽ അത് കട്ട പിടിച്ചു പോകും. അപ്പോൾ മിക്സി നല്ലപോലെ ഉണക്കിയ ശേഷം വേണം ഇതൊന്ന് പൊടിച്ചെടുക്കാനായിട്ട്. പൊടിച്ചെടുത്ത ശേഷം ഒരു അരിപ്പയിലിട്ട് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കണം. നല്ല ഫൈൻ പൗഡറാണ് നമുക്ക് ഈ മാലാഡു ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. അതുകൊണ്ടാണ് അരിച്ചെടുക്കുന്നത്. എന്തെങ്കിലും തരികളുണ്ട്, ഇതുപോലെ അവസാന തരികളുണ്ടാവും. അപ്പോൾ അത് നമുക്ക് മാറ്റി വയ്ക്കാം. നല്ല ഫൈനായിട്ട് നമ്മൾ പൊടിച്ചെടുത്തത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി പഞ്ചസാരയാണ് ഒന്ന് പൊടിച്ചെടുക്കേണ്ടത്. അതിനായിട്ട് 1/4 കപ്പ് പഞ്ചസാര ഒരു മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 4 ഏലക്ക എടുത്തിട്ടുണ്ട്. ഏലക്കയുടെ തോട് മാറ്റിയ ശേഷം കുരു മാത്രം ഇട്ട് കൊടുക്കാം. എന്നിട്ട് വേണം പൊടിച്ചെടുക്കാൻ. നിങ്ങളുടെ കയ്യിൽ ഏലക്ക പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി ഇത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഈ പഞ്ചസാരയും നേരത്തെ നമ്മൾ പൊട്ടുകടലയുടെ മാവും കൂടെ മിക്സ് ചെയ്യുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം ഒരുപോലെ യോജിപ്പിച്ചെടുക്കുക. ഈ ഒരു അളവിൽ ചെയ്യുമ്പോൾ ഒരു മീഡിയം മധുരത്തിലാണ് നമ്മൾ മാലാഡു ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ടേസ്റ്റ് നോക്കുക. ഈ മാവിൻ്റെ ഒരു ടേസ്റ്റ് നോക്കുക. നിങ്ങൾക്ക് മധുരം കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ പൊട്ടുകടല പൊടിച്ചിട്ട് ഇതിലോട്ട് അരിച്ച് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് പഞ്ചസാര ആണ് കൂടുതൽ വേണ്ടതെങ്കിൽ പഞ്ചസാരയും ആവശ്യത്തിനനുസരണം പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഇടേണ്ട കാഷ്യൂസ് വറുത്ത് കോരി എടുക്കണം. അതിനായിട്ട് നെയ്യ് ചൂടാക്കണം. ഒരു ചീനച്ചട്ടിയിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. നെയ്യ് ഒന്ന് നല്ലപോലെ ഉരുകി വരുമ്പോഴത്തേക്കും ഇതുപോലെ 4ആയിട്ട് അരിഞ്ഞു വെച്ച കാഷ്യൂസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. കാഷ്യൂസ് ഒരു ഗോൾഡൻ കളർ ആവുന്ന വരയ്ക്കും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കിസ്മിസ് വേണമെങ്കിൽ അതും നമുക്ക് ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് വറുത്തുകോരി മാറ്റി വയ്ക്കാവുന്നതാണ്. ഇനി ഈ നെയ്യിലോട്ട് തന്നെ ഒരു 1/2 കപ്പ് നെയ്യോളം ഒഴിക്കുകയാണ്. ഈ നെയ്യ് ഒഴിച്ചിട്ട് വേണം നമുക്ക് ലാഡു ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ അതിനായിട്ട് 1/2 കപ്പ് നെയ്യ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇനി ചെയ്യാനായിട്ട്. ഈ 1/2 കപ്പ് നെയ്യും ഉരുകിയ ശേഷം നല്ലൊരു മണം വരുമ്പോൾ, നെയ്യുടെ മണം വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ചെറിയൊരു ചൂടുള്ള നെയ്യ് ഒഴിച്ച് വേണം നമുക്ക് മാലാഡു ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ തണുപ്പിക്കാൻ നിൽക്കരുത്. ഇനി കാഷ്യൂസൊക്കെ വറുത്ത് കാഷ്യൂസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പൊരികടലയും പഞ്ചസാരയും പൊടിച്ച് വെച്ച് ചേർത്ത് യോജിപ്പിച്ച് വെച്ചതിലോട്ട് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം. ഇനി ചെറിയ ചൂടുള്ള നെയ്യ് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് ലാഡുവിൻ്റെ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ചെറിയൊരു ചൂടോടുകൂടി വേണം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ആദ്യം കുറച്ച് നേരം നമുക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്ത് ഒരു തവി കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് കൈ കൊണ്ട് കുഴച്ചെടുക്കാം. ഇനി ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും നെയ്യ് തീർന്നു പോവുകയാണെങ്കിലും കുറച്ച് നെയ്യ് ഇതുപോലെ തന്നെ ചൂടാക്കി ഇതുപോലെ ചേർത്ത് ഇളക്കി കൊടുത്താൽ മതിയാവും. നെയ്ക്ക് ചൂടുണ്ടെങ്കിൽ നമുക്ക് വേഗം തന്നെ അതിൽ പഞ്ചസാര ഒന്ന് അലിയുമ്പോഴത്തേക്ക് നമുക്ക് മാലാഡുവിൻ്റെ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമുണ്ട്. കൈ കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം കുറച്ച് മാവെടുത്ത് ഇതുപോലെ ഒന്ന് ഉരുട്ടി നോക്കാം. ലാഡുവിൻ്റെ ഷേപ്പ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നെയ്യ് മതിയാവും. ഇല്ല നിങ്ങൾക്ക് പൊട്ടിപ്പോകുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നെയ്യ് ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് സോഫ്റ്റായിട്ട് ഒന്ന് പിടിച്ചെടുക്കാം. ഷേപ്പായി കഴിഞ്ഞാൽ കുറച്ച് മുറുക്കി പിടിച്ച് തന്നെ ഒന്ന് ഉരുട്ടി കൊടുക്കാം. നെയ്ക്ക് ചെറിയ ചൂടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് തന്നെ ഷേപ്പ് ചെയ്തെടുക്കാം. എനിക്ക് 12 ടേബിൾ സ്പൂൺ ഉരുക്കിയ നെയ്യ് വേണ്ടി വന്നു ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഓരോരുത്തർക്കും അത് ചിലപ്പോൾ വ്യത്യാസം വരാം. അപ്പോൾ കൂടുതൽ നെയ്യ് ഉരുക്കി വയ്ക്കാം. ഇതുപോലെ ഈസി ആയിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. ഈസി അല്ലേ ഈ മാലാഡു റെസിപ്പി? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ടിപ്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. Thank you.